അനാമികയോട് വേണു വിളിച്ചിട്ട് പറയുന്നുണ്ട്, മോളെ ഇതുപോലെ എല്ലാ രഹസ്യങ്ങളും നന്ദു അറിഞ്ഞു. ആ ആദർശം നയനയും എന്നെ പിടിച്ചിട്ട് കുടഞ്ഞു. എത്രയൊക്കെ കള്ളം പറയാൻ ശ്രമിച്ചിട്ടും അതൊന്നും നടന്നില്ല. അതെല്ലാം പാഴായിപ്പോയി. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നിരുന്നു, വലിയ ഷോ തന്നെ നടത്തി. പക്ഷേ എൻ്റെ അമ്മായിമ്മയൊന്നും അതൊന്നും വിശ്വസിച്ചില്ല. ഞാനും കുറേയൊക്കെ പറഞ്ഞു, കള്ളത്തരം പറഞ്ഞുണ്ടാക്കിയതാന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ അങ്ങ് വിശ്വസിച്ചു എന്നൊക്കെ അവൾ പറയുകയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, എത്ര കാലം നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവും? അവളുടെ ടേബിളിൽ എൻ്റെ ഒരു ഫയൽ തന്നെ ഇരിപ്പുണ്ട്. എൻ്റെ പേരിലാണെങ്കിൽ കുറേ കേസുകളും ഉണ്ടല്ലോ. അതെങ്ങാനും അവൾ കണ്ടുപിടിച്ചാൽ എല്ലാം തീർന്നു. മോളുടെ അവിടുത്തെ ജീവിതവും നശിക്കും. അപ്പോൾ അനാമിക പറയുകയാണ്, എൻ്റെ അമ്മായിമ്മയും ഇവിടെ ഉള്ളവരുമൊക്കെ എന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവളുമാരൊക്കെ പറയുന്നത് കളവാണെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിപ്പിച്ചോളാം. അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട്, എത്ര കാലം ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും? എന്തെങ്കിലും ഒരിക്കൽ ഇത് പിടിക്കപ്പെടില്ലേ? അന്ന് നിൻ്റെ അമ്മായിമ്മ എല്ലാവരും അത് വിശ്വസിക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അനാമിക ചോദിക്കുകയാണ്, അല്ലച്ചാ, എന്താ അച്ഛൻ്റെ പ്ലാന്? എന്തെങ്കിലും ഒന്ന് ചെയ്യണം മോളെ. ഇനി ആ നന്ദുവിൻ്റെ ശല്യം ഉണ്ടാവാൻ പാടില്ല. കുറേ തവണ നമ്മളതിന് ശ്രമിച്ചതല്ലേ അച്ഛാ. ഒരു തവണ മരിച്ചു എന്ന് വരെ പറഞ്ഞു. എന്നിട്ടും എന്തുണ്ടായി? ഒന്നും സംഭവിച്ചില്ല. അവൾ അത്ര പെട്ടെന്നൊന്നും ചാവില്ലച്ചാ. എന്ത് ചെയ്തിട്ടും ഒരു പ്രയോജനമില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. മോളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന്. അവളുടെ ആ തൊപ്പി തെറിപ്പിക്കണം. അതിനുശേഷം പിന്നെ ഇല്ലാതാക്കാൻ എളുപ്പമാണ്. ആ യൂണിഫോം ഉള്ളിടത്തോളം അവളുടെ ദേഹത്ത് കൈവച്ചാലേ നമ്മുടെ കൈ കൊള്ളൂ. അവളിപ്പോൾ ഒരു SI ആണെന്നൊക്കെ ഇങ്ങനെ വീണു പറയുകയാണ്. അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യം നമുക്ക് അവളുടെ സൽപ്പേര് കളങ്കപ്പെടുത്തണം. അവളെ ഒരു കൊള്ളരുതാത്തവളാക്കണം. അങ്ങനെ അവളുടെ തൊപ്പി തെറിപ്പിക്കണം. അതിനുശേഷം അവളെ കൊല്ലാം. അങ്ങനെയാണെങ്കിൽ നമുക്കത് വളരെ ഈസിയാണ് എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. ഇനി അവളെ എങ്ങനെ മുന്നോട്ട് വിട്ടാൽ പറ്റില്ല. നമ്മുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയും. ഇവിടെ നിന്ന് ഇറങ്ങേണ്ടിയും വരും. അതുമാത്രമല്ല, നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ ഇവിടുത്തെ സ്വത്തും സമ്പത്തും ഒന്നും നമുക്ക് കിട്ടുകയുമില്ല. ഇനിയുള്ള കാലം നമ്മൾ 3 പേരും ജയിലിൽ പോയി കിടക്കേണ്ട വകുപ്പും അവൾ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛാ, എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. എൻ്റെ ഭർത്താവിനെ വെച്ച് തന്നെ ഒന്ന് കളിക്കാം, എങ്കിലേ കാര്യം നടക്കൂ. എന്താ മോടെ പ്ലാന്? അത് തന്നെ, എങ്ങനെയും അവരെ രണ്ടുപേരും ഒരുമിച്ചൊന്നാക്കണം. എന്നിട്ട് വേണം നമ്മുടെ പ്ലാൻ സക്സസ് ആക്കാൻ. അവളെ ഒരു മോശക്കാരിയാക്കി എല്ലാവരുടെയും മുന്നിൽ കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നന്ദുവിൻ്റെ ഫോണിലേക്ക് അനി അയക്കുന്നത് പോലെ അനിയുടെ ഫോണിൽ നിന്ന് മെസ്സേജുകൾ അനാമിക അയക്കുകയാണ് നന്ദുവിന്. ഇന്ന പോലെ ഈ ഹോട്ടൽ മുറിയിൽ ഞാൻ കാണും, റൂം നമ്പർ 101. നീ അങ്ങോട്ട് വരണം. ഞാൻ പറയുന്ന സമയത്തിനുള്ളിൽ നീ അങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ പിന്നെ നീ എൻ്റെ ശവമേ കാണൂ എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ മെസ്സേജ് കാണുമ്പോൾ നന്ദു ആകപ്പാടെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ നന്ദു ആകപ്പാടെ ഞെട്ടിപ്പോകുന്നുണ്ട്. അതെ, അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. ഈ സമയത്തൊക്കെ ഞാൻ എങ്ങനെ പോകും? അതും പോലീസ് വേഷത്തിൽ പോയാൽ ശരിയാവില്ല എന്നൊക്കെ ആലോചിച്ചിട്ട് അവൾ അന്ന് ലീവ് എടുക്കുകയാണ്. ഇതുപോലെ തിരിച്ചും നന്ദുവിൻ്റെ ഫോണിൽ നിന്ന് എങ്ങനെയെങ്കിലും അനിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കണമല്ലോ. അതിനെന്താണ് ചെയ്യുക എന്ന് ആലോചിച്ചിട്ട് നടക്കുകയാണ് അനാമിക. അങ്ങനെ അനാമിക നന്ദുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ നന്ദു കുളിക്കുകയാണെന്ന് കനക പറയുന്നുണ്ട്. അങ്ങനെ അനങ്ങാതെ ചെന്ന നന്ദുവിൻ്റെ ഫോണെടുത്ത് അനിയുടെ ഫോണിലേക്കും നന്ദു മെസ്സേജ് അയക്കുന്നുണ്ട്. അനാമിക മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്ന സമയത്ത് റൂം നമ്പർ 101 നീ വരണം, ഞാൻ അവിടെ ഉണ്ടാകും എന്നും പറഞ്ഞാണ് അവൾ മെസ്സേജ് അയക്കുന്നത്. അയച്ച ഉടനെ തന്നെ ഫോൺ ലോക്കാക്കി അവിടെ വെക്കുന്നുമുണ്ട്. നന്ദു കുളിയൊക്കെ കഴിഞ്ഞ് കയറി വന്ന് അനാമികയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അനാമിക എന്നെ കാണണമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്? അല്ല, നീ ഇപ്പം എൻ്റെ അച്ഛൻ്റെ പിന്നാലെയാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ദയവ് ചെയ്ത് എൻ്റെ ജീവിതം നശിപ്പിക്കരുത്. ഞാനൊരിക്കലും നിൻ്റെ ജീവിതത്തിൽ ശല്യമാവാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ എൻ്റെ ഭർത്താവിൻ്റെ പിന്നാലെ നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് നിന്നോട് ദേഷ്യം. ഞാനല്ല നിൻ്റെ ഭർത്താവിൻ്റെ പിന്നാലെ നടക്കുന്നത്, നിൻ്റെ ഭർത്താവാണ് എൻ്റെ പിന്നാലെ നടക്കുന്നത്. അതിൻ്റെ കാരണക്കാരി നീ തന്നെയാ. നിൻ്റെ അഴിഞ്ഞാട്ടമൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ആരും അറിയുന്നില്ലെന്നുള്ള നിൻ്റെ വിചാരമൊന്നും ശരിയല്ല. പലരും അതെന്നെ വിളിച്ച് പറയുന്നുമുണ്ട്. ഞാനതൊന്നും ശ്രദ്ധിക്കാത്തതാണ്. നീ അവനെ സ്നേഹിക്കുകയാണെങ്കിൽ അവൻ ഒരിക്കലും എൻ്റെ പിന്നാലെ വരില്ല എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. അനാമിക പറയുകയാണ്, ഞാൻ ഇനി എന്താണേലും അതൊക്കെ ശ്രദ്ധിച്ചോളാം. അതുകൊണ്ട് നീ ഇനി എൻ്റെ കുടുംബത്തിൽ കയറി ഒരു പ്രശ്നം ഉണ്ടാക്കരുത്.
നിന്റെ വീട്ടുകാർ പ്രശ്നമൊന്നും ഉണ്ടില്ല എങ്കിൽ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് നന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട്. അനാമികയാണെങ്കിൽ വന്ന കാര്യം സാധിച്ചു എന്ന സന്തോഷത്തിലുമാണ്. അവൾ അവിടെ വന്നത് തന്നെ നന്ദുവിൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയക്കാൻ വേണ്ടിയാണ്. അവൾ ആ വന്ന കാര്യം ഭംഗിയായി ചെയ്യുകയും ചെയ്തു. നന്ദുവാണ് മെസ്സേജ് അയച്ചതെന്ന് കരുതി അനിയാണ് മെസ്സേജ് അയച്ചതെന്ന് കരുതി നന്ദുവും രണ്ടുപേരും ആ കറക്റ്റ് സമയത്ത് തന്നെ റൂമിലെത്തുന്നുണ്ട്. അനി അങ്ങോട്ടേക്ക് വരുമ്പോൾ നന്ദു അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അനി ഡോറ് ലോക്ക് ചെയ്യുന്നുണ്ട്. എന്താടാ നിൻ്റെ ഉദ്ദേശം എന്താടാ? നീ എന്തിനാ എനിക്ക് അങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചത് എന്നിങ്ങനെ നന്ദു ചോദിക്കുകയാണ്. ഞാൻ മെസ്സേജ് അയച്ചെന്നോ? നീ എന്തൊക്കെയാണ് നന്ദു ഈ പറയുന്നത് എന്ന് അനി ചോദിക്കുകയാണ്. ഓഹോ, അപ്പം നീ മെസ്സേജൊന്നും അയച്ചിട്ടില്ലല്ലേ? ഇല്ല നന്ദു, ഞാൻ മെസ്സേജൊന്നും അയച്ചിട്ടില്ല. ഇന്നലെയല്ലേ ഞാൻ നിന്നെ അവിടെ വന്ന് കണ്ടത്. ഈ സമയത്ത് അനാമികയാണെങ്കിൽ സ്റ്റേഷനിൽ വിളിച്ച് പറയുന്നുണ്ട്, ഇന്ന പോലെ ഹോട്ടൽ റൂമിൽ ഇതേപോലെ മയക്കുമരുന്ന് കച്ചവടമൊക്കെ നടക്കുന്നുണ്ടെന്ന് വിളിച്ച് പറയുന്നുണ്ട്. സ്റ്റേഷനിലേക്ക് മാത്രമല്ല കേട്ടോ, അവൾ മീഡിയാസിനെ വിളിച്ച് വിവരം പറയുന്നുണ്ട്. മീഡിയക്കാരോട് അനാമിക പറയുന്നത് പുതിയതായി ചാർജ് എടുത്ത SIയുടെ ലീലാവിലാസങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ന ഹോട്ടലിലേക്ക് ചെന്ന് 101 റൂമിലേക്ക് ചെന്നാൽ മതി എന്നാണ്. ഇങ്ങനെയൊക്കെയാണ് അവൾ അനാമിക വിളിച്ച് പറയുന്നത്. അങ്ങനെ മീഡിയക്കാരും സ്റ്റേഷനിലുള്ളവരും ആ ഹോട്ടലിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് നന്ദു അനി അയച്ച മെസ്സേജ് അനിയെ കാണിക്കുകയാണ്. നീ തന്നെ നോക്ക്, നീ റൂം നമ്പർ 101ലേക്ക് വരണമെന്നും ഇല്ല ഞാൻ ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച് നീ കണ്ടില്ലേ എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. ഇല്ല നന്ദു, ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടേ ഇല്ല. എനിക്ക് നിൻ്റെ ഫോണിൽ നിന്നൊരു മെസ്സേജ് വന്നതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. നന്ദു അയച്ച മെസ്സേജ് അനിയും കാണിക്കുകയാണ്. നീയല്ലേ പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, റൂം നമ്പർ 1ലേക്ക് 12 മണിയാകുമ്പോഴത്തേനും എത്തണമെന്ന്, അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ അനി ചോദിക്കുകയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, അപ്പം നീയുമല്ല ഞാനുമല്ല. അങ്ങനെയാണെങ്കിൽ ഇതിലെന്തോ ഒരു ചതിയുണ്ട്. ചതിയോ? ആര് ചതിക്കാൻ? അതാ എനിക്ക് മനസ്സിലാവാത്തതെന്ന് നന്ദു പറയുന്നുണ്ട്. അല്ല, നിൻ്റെ മൊബൈലിലേക്ക് ഞാൻ അയച്ച മെസ്സേജ് ഏത് സമയത്താണ് വന്നതെന്ന് നന്ദു ചോദിക്കുന്നുണ്ട്. അങ്ങനെ അനി അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇന്ന് എന്നെ അനാമിക കാണാൻ വന്നിരുന്നു, അവളുടെ അച്ഛനെ ശല്യപ്പെടുത്തരുതെന്ന് പറയാനായിട്ട്. അപ്പോൾ അവൾ വന്ന ആ സമയത്ത് തന്നെയാണ് നിനക്ക് ഈ മെസ്സേജ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവളായിരിക്കുമോ നിനക്ക് ഈ മെസ്സേജ് അയച്ചത്? അല്ല, അവളെന്തിനായിരിക്കും നിനക്കിങ്ങനൊരു മെസ്സേജ് അയച്ചത്? നീ എന്തായി പറയുന്നേ? മെസ്സേജ് അയച്ച് നമ്മളെ രണ്ടുപേരെയും റൂമിൽ എത്തിച്ചിട്ട് അവൾക്ക് എന്ത് കാര്യം നേടാനാണ്? ഈശ്വര, എല്ലാം തകർന്നു. അവൾ ഇങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നീ പെട്ടെന്ന് റൂമിൽ നിന്ന് വെളിയിലിറങ്ങിക്കേ എന്ന് പറഞ്ഞ് നന്ദു പെട്ടെന്ന് റൂം തുറക്കുകയാണ്. റൂം തുറന്നപ്പോൾ കണ്ട കാഴ്ച കണ്ട് നന്ദു ഞെട്ടിപ്പോകുന്നുണ്ട്. മീഡിയക്കാരും പോലീസുകാരും അങ്ങനെ എല്ലാവരും തന്നെ ഇതേ നിൽക്കുന്നു. അപ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, മേഡം എന്താ ഇവിടെ? അത് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് നന്ദു പറയുന്നുണ്ട്. അപ്പോൾ മീഡിയക്കാർ പറയുന്നുണ്ട്, മേഡം ഞങ്ങൾക്കൊരു അറിയിപ്പ് കിട്ടി, മേഡവും കല്യാണം കഴിഞ്ഞൊരു പയ്യനുമായിട്ട് ഈ റൂമിൽ മേഡത്തിൻ്റെ കാമുകനാണെന്നാണ് പറഞ്ഞത്, ഈ മുറിയിൽ ഒന്നിച്ച് താമസിക്കുകയാണെന്ന്. അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, മേഡം ഞങ്ങൾക്ക് കോള് വന്നത് ഈ റൂമിൽ എന്തോ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നെന്ന് പറഞ്ഞിട്ടാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നന്ദുവിന് മനസ്സിലാകുന്നുണ്ട് ഇതെല്ലാം അനാമികയുടെ പ്ലാനിങ് ആണെന്നുള്ളത്. മീഡിയയിലാണ് ഇത് ലൈവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. ആകെപ്പാടെ നാണം കെട്ട് നിൽക്കുകയാണ് നമ്മുടെ നന്ദു എന്തു പറയണമെന്നറിയാതെ. ഇതേ സമയം അനാമിക വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. എല്ലാവർക്കും എന്നെ കുറ്റപ്പെടുത്താൻ നല്ല മിടുക്കാണല്ലോ. നിങ്ങളുടെ അനിയത്തി അവളിപ്പോൾ SI ആണല്ലോ. അവളുടെ തനി സ്വരൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞാനിപ്പോൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അവൾ TV ഓൺ ചെയ്യുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിയും ആദർശും നയനയും അങ്ങനെ എല്ലാവരും തന്നെ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതേ സമയത്താണ് TV-യിൽ ആ ന്യൂസും പോകുന്നത്. നമ്മുടെ നന്ദുവിനെയും അനിയെയും ഹോട്ടൽ റൂമിൽ വെച്ച് പിടിച്ചു എന്നും പറഞ്ഞുള്ള ലൈവ് ന്യൂസ്. രണ്ടുപേരും ആ റൂം തുറന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും പോലീസും മീഡിയാസും കൂടി അവരെ പിടിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പോലീസ് മീഡിയാസിനോട് പറയുന്നുണ്ട്, മതി ഇതൊന്നും നിങ്ങൾ എടുക്കരുത്, ഇതൊക്കെ എത്രയും പെട്ടെന്ന് കട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. മീഡിയാസ് പറയുന്നുണ്ട്, സോറി സാർ, ഇത് ലൈവായിരുന്നു. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിച്ചറിയാതെ നിങ്ങളിത് പ്രൊസീഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കൊരു ന്യൂസ് കിട്ടുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചറിയാമെന്നുള്ളൊരു ബാധ്യതയൊക്കെ നിങ്ങൾക്കില്ലേ എന്നൊക്കെ ചോദിച്ചവരെ വഴക്ക് പറയുന്നുണ്ട്. അപ്പം നന്ദു മീഡിയക്കാരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് നിങ്ങളിവിടെ വന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാനിവിടുത്തെ പുതിയ SI ആണ്. എനിക്കിവിടെ ഒരുപാട് ശത്രുക്കളും ഉണ്ട്. ഇതെൻ്റെ ഫ്രണ്ടാണ്. മാത്രവുമല്ല എൻ്റെ 2 ചേച്ചിമാരുടെ അനിയനും. അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവനെ ഒന്ന് കാണാൻ വന്നത് സത്യം തന്നെയാണ്.
ചില പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഒരാണും ഒരു പെണ്ണും ഒന്നിച്ചൊരു റൂമിലുണ്ട് എന്ന് കരുതി അതിൻ്റെ പേരിൽ കൂടുതൽ കഥകളൊന്നും മെനയാൻ നിങ്ങൾ നിൽക്കേണ്ട എന്നൊക്കെ നന്ദു മീഡിയാസിനോട് പറയുന്നുണ്ട്. അങ്ങനെ പോലീസുകാരോടും പറയുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ വന്ന സ്ഥിതിക്ക് വല്ല മയക്കുമരുന്നോ ഉണ്ടോ എന്ന് നിങ്ങളും കയറി നോക്കണമല്ലോ എന്നും പറഞ്ഞ് അവരോടും പറയുന്നുണ്ട്. അങ്ങനെ അവരകത്തേക്ക് കയറി നോക്കിയിട്ട് ഒന്നുമില്ല മേഡം എന്ന് പറയുന്നുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ വന്നതൊരു ഫേക്ക് കോൾ ആണെന്നുള്ളത്? ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഈ സമയം നോക്കി എൻ്റെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും നിങ്ങൾക്കിത് ഇൻഫോം ചെയ്തത്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്തതൊന്നും നിങ്ങളിനി എഴുതി പിടിപ്പിക്കാൻ നിൽക്കണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഞാൻ അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾ നോക്കണ്ട എന്നും പറഞ്ഞ് നന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട്. എനിക്കാണെങ്കിൽ ആകെ സങ്കടമാകുന്നുണ്ട്. അവൻ കാരണമാണല്ലോ നന്ദുവിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നന്ദുവിൻ്റെ പേര് തന്നെ ചീത്തയാകാൻ കാരണം അവനാണല്ലോ. അതുകൊണ്ട് തന്നെ ആകെ സങ്കടപ്പെട്ട് അവനും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതൊക്കെ കണ്ടു കഴിയുമ്പം അനാമിക ചോദിക്കുന്നുണ്ട്, ഇപ്പം മനസ്സിലായോ നിങ്ങളുടെ അനിയത്തിയുടെ സ്വഭാവം എന്താണെന്ന്? ഇന്നവൾ ലീവ് എടുത്തിരിക്കുക. ലീവ് എടുത്ത് മനഃപൂർവ്വം അനിയെ അവൾ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. അപ്പം നയന പറയുന്നുണ്ട്, അതെ എൻ്റെ നന്ദുമോളുടെ സ്വഭാവം ഇങ്ങനെയൊന്നുമല്ല. അപ്പം നവ്യം പറയുന്നുണ്ട്, അവൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. ആദർശം പറയുന്നുണ്ട്, അനിയും അങ്ങനത്തെ ഒരുത്തനല്ല. അവന് നന്ദുവിനെ ഇഷ്ടമാണെന്നൊക്കെയുള്ളത് ശരിയാണ്, പക്ഷേ ഇങ്ങനെ ഒരു തെറ്റൊന്നും അവനും ചെയ്യില്ല എന്ന് ആദർശം പറയുകയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ആരായി പറയുന്നേ? ആദർശേട്ടനോ? ആദർശേട്ടൻ എന്താ ചെയ്തതെന്ന് ഈ ലോകം മൊത്തം അറിയാം. ആദർശേട്ടൻ്റെ പാത പിന്തുടരുന്ന ആളാണല്ലോ അനി. അങ്ങനെയാണല്ലോ എപ്പോഴും പറയാറ്. അതുകൊണ്ട് തന്നെ അനിയും ആ പാത പിന്തുടർന്നതായിരിക്കും ഇങ്ങനെയൊക്കെ എന്നവൾ പറയുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും മാത്രം ഒന്നും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, അല്ല എല്ലാവരുടെയും കാര്യത്തിൽ അഭിപ്രായം പറയുന്ന ആളാണല്ലോ മുത്തശ്ശൻ. ഇപ്പം എന്താ ഇതിനെക്കുറിച്ചൊന്നും മുത്തശ്ശന് പറയാനില്ലേ എന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശനപ്പോൾ പറയുന്നുണ്ട്, 5 മിനിറ്റിനുള്ളിൽ നിനക്ക് ഇതിനുള്ള മറുപടി കിട്ടും എന്നൊക്കെ. എന്താണ് മുത്തശ്ശൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ് എല്ലാവരും. കൃത്യസമയത്തായിരിക്കും ഒരു ബുള്ളറ്റിൽ നന്ദു വന്നവിടെ ഇറങ്ങുന്നുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ അനിയും വരുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇതിനുള്ള റിസൾട്ട് കിട്ടുമെന്ന്. അപ്പോഴേക്കും നന്ദു അകത്തേക്ക് ഓടിക്കേറി വരുന്നുണ്ട്. വന്നിട്ട് മുത്തശ്ശൻ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട്. എന്താ മോളെ? അല്ല ഞാൻ മുൻകൂറായിട്ടൊരു ജാമ്യം അങ്ങ് എടുത്തതാ എന്ന് പറഞ്ഞ് നേരെ അനാമികയുടെ അരികിലേക്ക് പോകുന്നുണ്ട്. നന്ദു അനാമികനെ എടുത്തിട്ട് പൊതുക്കുന്നുണ്ട്. വിടുന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. അപ്പോഴത്തേനും ജാനകിയും ജലജയും ഒക്കെ വന്ന് നന്ദുവിനെ പിടിച്ച് മാറ്റുന്നുണ്ട്. ഈ സമയത്ത് ബാക്കി ആരും ഒന്ന് അനങ്ങുന്നു പോലും ഇല്ല കേട്ടോ. നന്ദു അനാമികയെ എടുത്തിട്ട് പൊതിക്കുന്നുമുണ്ട്. ഒടുവിൽ ഒരു ഘട്ടം എത്തുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, നന്ദുമോളെ മതി എന്ന്. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് നന്ദു നിർത്തുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റിനുള്ളിൽ നിനക്ക് എൻ്റെ മറുപടി കിട്ടുമെന്ന്. ഇപ്പം കിട്ടിയില്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ്. നന്ദു വരുമെന്നും ഇങ്ങനൊരു പ്രകടനം ഇവിടെ ഉണ്ടാകുമെന്നും മുത്തശ്ശന് നേരത്തെ മനസ്സിലായിരുന്നു. അനാമിക ചോദിക്കുകയാണ്, നീ കാണിച്ച തെമ്മാടിത്തരത്തിന് എന്തിനാടി എൻ്റെ മെക്കിട്ട് കയറുന്നതെന്ന്. മുത്തശ്ശ, ഞാൻ എല്ലാവരോടും അന്വേഷിച്ചു. ഇവളാണ് കോള് വിളിച്ചിരിക്കുന്നത്. ഇവളുടെ ഫോണിൽ നിന്നാണ് മീഡിയയ്ക്കും സ്റ്റേഷനിലേക്കും കോള് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഇവളിന്ന് എൻ്റെ വീട്ടിലേക്കും വന്നിരുന്നു. ഞാൻ അവളുടെ അച്ഛനെ ഉപദ്രവിക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാൻ കുളിക്കുമായിരുന്നു. ആ സമയത്ത് ഇവള് അനിക്ക് അയച്ച മെസ്സേജാണിത്. അതുപോലെ തന്നെ അനി അറിയാതെ അനിയുടെ ഫോണിൽ നിന്ന് എനിക്കും. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ആ മുറിയിലെത്തിയത്. ആ സമയത്താണ് ഇവൾ ഇമാതിരി പണി കാണിച്ചത് എന്നും പറയുന്നുണ്ട്. എൻ്റെ ജോലിക്ക് മനഃപൂർവ്വമായൊരു കളങ്കം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് നന്ദു പറയുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇല്ല ഇവൾ പറയുന്നതൊക്കെ കള്ളമാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, മിണ്ടിപ്പോകരുത്. നീ ഒരെണ്ണം കൂടെ തന്നാലേ അത് താങ്ങാനുള്ള കെൽപ്പ് നിനക്കില്ല. നിന്നെക്കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം. അത് നീ എന്നെക്കൊണ്ട് ചെയ്യിക്കരുത്. അപ്പം മുത്തശ്ശൻ പറയുകയാണ്, നന്ദുമോളെ, ഈ വാർത്ത വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് അതിൻ്റെ പിന്നിൽ ഇങ്ങനെ എന്തോ ഒന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാനിതിനെക്കുറിച്ചൊന്നും മിണ്ടാതിരുന്നത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. നന്ദു പറയാണ്, നിനക്ക് നാണമില്ലേടി? കുറച്ചെങ്കിലും മര്യാദയോടെ പെരുമാറിക്കൂടെ? അതെങ്ങനെയാ തന്തേം തള്ളേം വളർത്തുന്നത് പോലല്ലേ വരൂ. എന്തായാലും ഈ കേസ് എങ്ങനെ ഡീൽ ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. നീ ഇമാതിരി പോക്കൃത്തരം കാണിച്ചെന്നും പറഞ്ഞ് എൻ്റെ ജോലിക്ക് ഒരു കളങ്കവും വരില്ല. അത് എങ്ങനെ ശരിയാക്കണമെന്നൊക്കെ എനിക്കറിയാം. നീ നിൻ്റെ പാട് നോക്കി പോടി എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. ഇത്രയും നാളും ഞാൻ മനസ്സിൽ കരുതിയിരുന്നത് ഇനി നിന്നെ നിൻ്റെ അച്ഛനെയൊക്കെ വെറുതെ വിട്ടേക്കാന്നാണ്. നിൻ്റെ കേസൊന്നും കുത്തിപ്പൊക്കണ്ടാന്ന്. ഇനി അങ്ങനല്ല.
നീയും നിന്റെ അച്ഛനും ചെയ്തിട്ടുള്ള സകല ഫ്രോഡ് പണികളും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഈ തറവാട്ടിൽ നിന്ന് തന്നെ നിന്റെ കൈക്ക് വിലങ്ങ് വെച്ച് ഞാൻ കൊണ്ടുപോകും എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. മുത്തശ്ശ ക്ഷമിക്കണം, ഇനി എൻ്റെ അഭിമാനത്തിന് കോട്ടം സംഭവിച്ചാൽ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. മുത്തശ്ശൻ പറയുകയാണ്, മോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്ഥാനത്തെത്തിയത്. ഇത് കളയാൻ വേണ്ടി ആരൊക്കെ ശ്രമിച്ചാലും മോൾ എന്ത് ആക്ഷൻ എടുത്താലും അത് ചെയ്തോ. അതിനുവേണ്ടി ശ്രമിക്കുന്നത് ആരായാലും മുഖം നോക്കാതെ മോൾ ആക്ഷൻ എടുത്തോ. ഈ മുത്തശ്ശൻ്റെ മുഴുവൻ സപ്പോർട്ടും മോൾക്കൊപ്പം കാണും എന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട്. അങ്ങനെ നന്ദു അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. മുത്തശ്ശൻ അനാമികയോട് പറയുന്നുണ്ട്, മോൾക്ക് എന്തായാലും കിട്ടാനുള്ളതെല്ലാം കിട്ടിയില്ലേ, ഒരു കുറവും വന്നിട്ടില്ലല്ലോ. ഇനി എന്തായാലും 2 ദിവസത്തേക്കിന് വല്ല ഹോസ്പിറ്റലിലും വേണേൽ പോയി കിടന്നോ. അപ്പോഴത്തേക്കിന് അനി വന്നിട്ട് പറയുന്നുണ്ട്, നാണമില്ലല്ലോടി നിനക്ക് ഇമാതിരി പണിയൊക്കെ കാണിക്കാൻ. നന്ദു എന്താഗ്രഹിച്ച ആ ജോലി വാങ്ങിച്ചെടുത്തത് നിനക്കറിവോ? എന്നിട്ട് അതില്ലാതാക്കാൻ വേണ്ടി അവളുടെ അച്ഛൻ്റെ ഒരു പ്ലാനിങ്. അതെല്ലാം നിൻ്റെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. മുത്തശ്ശൻ പറഞ്ഞതുപോലെ വല്ല ഹോസ്പിറ്റലിലും പോയി കിടക്ക്. നന്ദുവിൻ്റെ ഇടിയ നല്ല സുഖമായിരിക്കും എന്നും പറഞ്ഞ് അനി ചിരിച്ചോണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അനാമികയാണെങ്കിൽ ജാനകി പതിയെ പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആദർശ് പറയുകയാണ്, മുത്തശ്ശ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. എത്ര കാലമെന്ന് വെച്ചാ നന്ദു ഇതൊക്കെ സഹിക്കുക. നമ്മുടെ അനിയാണ് നന്ദുവിൻ്റെ പിന്നാലെ പോകുന്നത്. അവൾ എത്ര പ്രാവശ്യം ഒഴിവാക്കാൻ ശ്രമിച്ചെന്നോ, എന്നാലും അവൻ പിന്മാറില്ല. എല്ലാം ഞാൻ അറിയുന്നുണ്ട് മോനെ, എന്ത് ചെയ്യാനാ. നമ്മളെല്ലാവരും കൂടെ ഒരു തെറ്റ് ചെയ്തു. ആ തെറ്റാണ് ഇപ്പം മുകളിലേക്ക് കയറിപ്പോയത്. അതിന് തിരുത്താൻ ശകലം പാടാ. എന്തായാലും ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാമല്ലോ എന്നിങ്ങനെ മുത്തശ്ശനും പറയുന്നുണ്ട്.